നമ്മളുടെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും കേൾക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ധാരാളം മനുഷ്യന്മാർ ആ വഴിയിലേക്ക് വരുന്നില്ല. ജമാഅത്തുകാർ പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് രീതിയിലാണ്. നമ്മുടെ സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു പ്രബോധനക്രമം ചില ചങ്ങാതിമാർ കൊണ്ടുവന്നു. എന്ത്? നേരെ തൗഹീദ് പറയുക, ഖുർആനും സുന്നത്തും പഠിപ്പിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. കൂട്ടത്തിൽ ആവശ്യമുള്ള ആളുകൾക്ക്, പാവങ്ങൾക്ക് സേവനം ചെയ്യണം, ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം, വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണം, എല്ലാം നമ്മൾ പറഞ്ഞു. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ട് വേണം മതപ്രബോധനം നടത്താനെന്ന ക്രിസ്ത്യാനിസം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ ചിലർ ആഗ്രഹിച്ചപ്പോൾ നമ്മൾക്കവരെ പുറത്താക്കേണ്ടി വന്നു. പുറത്താക്കിയപ്പോൾ പിറ്റേന്ന് അവർ വിളിച്ചു, ആര്? ചെറുശ്ശേരി വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് പോരിൻ, നമ്മൾ തമ്മിലുള്ള വ്യത്യാസ ലേശം കുറഞ്ഞിട്ടുണ്ട് എന്ന്. കാന്തപുരം വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് പോരിൻ, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? അവർ കൈകെട്ടിയപ്പോൾ ലേശം ചില ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ, പ്രധാനപ്പെട്ട ആൾക്കാർ നെഞ്ഞത്തുനിന്ന് ലേശം താന്നും ചെയ്ത് പള്ളമ്മക്ക് എത്തിയിട്ടില്ല. ലേശം അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താ? ചെറുശ്ശേരി നോക്കിയപ്പോൾ തോന്നി, ഓ ഇല്ല ശരിയാവും. കാന്തപുരം നോക്കിയപ്പോൾ തോന്നി ശരിയാവും. ജമാഅത്തെ ഇസ്ലാമിയുടെയും തബ്ലീഗ് ജമാഅത്തിൻ്റെയും സ്റ്റൈലും ഏതാണ്ട് ഈ രീതിയിലാണ്.